നമസ്കാരം. ഇസ്രയേൽ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെന്ന കടുത്ത മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് അവിടുത്തെ പ്രമുഖ നിയമജ്ഞൻ അഹരോൺ ബരാക്ക്. ഫെബ്രുവരി 20 അദ്ദേഹം നടത്തിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അധികാര കേന്ദ്രീകരണത്തെ ബരാക്ക് ശക്തമായി വിമർശിച്ചിരുന്നു. രാജ്യം ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങുന്ന തരത്തിലേക്ക് അദ്ദേഹം രാജ്യത്തെ വിഭജിച്ചുവെന്നാണ് ബരാക്ക് പറയുന്നത്. ഇസ്രയേൽ സമൂഹത്തിലെ പ്രധാന പ്രശ്നം ഇസ്രയേലികൾ തമ്മിലുള്ള കടുത്ത വിടവാണെന്നാണ് ബരാക്ക് പറഞ്ഞത്. രാജ്യത്തുള്ള ഈ ഭിന്നത കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ഇസ്രയേൽ പാളത്തിൽ നിന്ന് തെന്നിമാറി അഗാധത്തിലേക്ക് വീഴുന്ന ഒരു ട്രെയിൻ പോലെയാകുമെന്ന് താൻ ഭയപ്പെടുന്നുണ്ട്. ഇതൊരു ആഭ്യന്തര യുദ്ധത്തിലേക്കാണ് പോകുന്നതെന്നും 1995-2006 കാലഘട്ടത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി സേവനം അനുഷ്ഠിച്ച ബരാക്ക് ഇസ്രയേലിന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഷിൻബെറ്റ് ചീഫ് റോണൻ ബാരനെ പുറത്താക്കാനുള്ള നെതന്യാഹുവിന്റെ തീരുമാനത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടക്കുന്നതിനിടെയാണ് ബരാക്കിന്റെ പരാമർശം കൂടെ പുറത്തു വന്നിരിക്കുന്നത്. ബരാക്കിന്റെ കഴിവിൽ തനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും അതുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കേണ്ടി വരുന്നതെന്നുമായിരുന്നു നെതന്യാഹുവിന്റെ അവകാശവാദം. അഴിമതി ഇടപാടുകൾ ആരോപിക്കപ്പെടുന്ന തന്റെ കൂട്ടാളികളെ കുറിച്ചുള്ള അന്വേഷണം അടിച്ചമർത്താനും അധികാരം കേന്ദ്രീകരിക്കാനുമുള്ള നെതന്യാഹുവിന്റെ ആഗ്രഹമാണ് പുറത്താക്കലിന് കാരണമെന്നാണ് വിമർശകർ വാദിക്കുന്നത്. ഇസ്രയേലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും തീവ്രമായതും മോശമായതുമായ സർക്കാരിനെയാണ് നെതന്യാഹു ഇപ്പോൾ നയിക്കുന്നത്. ഒക്ടോബർ 7 ആക്രമണം വരെ മാസങ്ങളായി തുടരുകയാണ്. നെതന്യാഹുവിന്റെ നിർദ്ദിഷ്ട ജുഡീഷ്യൽ പുനഃസ്ഥാപിക്കുന്നതിനെതിരെ രാജ്യവ്യാപകമായി ആരംഭിച്ച പ്രതിഷേധങ്ങൾ ഇസ്രയേലിനെ തന്നെ പിടിച്ചു വലിക്കുന്നുണ്ട്. പ്രതിഷേധങ്ങൾ മുമ്പ് ഒരിക്കലും ഇല്ലാത്ത വിധം രാജ്യത്തെ വിഭജിച്ചു കഴിഞ്ഞു. രാഷ്ട്രം വരെ ധ്രുവീകരിക്കപ്പെട്ടു. സൈനിക ഉദ്യോഗസ്ഥർ പോലും പ്രതിഷേധങ്ങളിൽ പങ്കുചേർന്നു. പ്രതിഷേധത്തിൽ നിന്നുള്ള ശ്രദ്ധ തിരിക്കൽ ഒക്ടോബർ 7 ആക്രമണത്തെ പല തരത്തിലും പ്രചരിപ്പിച്ചു. എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്നതിന് വേണ്ടി തന്റെ തീവ്രവാദ സഖ്യകക്ഷികളെ പ്രീണിപ്പിക്കാൻ ഗാസയിൽ യുദ്ധം നടക്കുന്നതിന് നെതന്യാഹു മുൻഗണന നൽകിയതോടെ അത്തരം ഭിന്നതകളും കൂടുതൽ രൂക്ഷമായി. നെതന്യാഹുവിന്റെയും അദ്ദേഹത്തിന്റെ നയങ്ങളുടെയും കടുത്ത വിമർശകനായിരുന്നു ബരാക്ക്. ഗാസയിലെ യുദ്ധത്തിനിടയിൽ ദക്ഷിണാഫ്രിക്ക ഇസ്രയേലിനെതിരെ കൊണ്ടുവന്ന വംശഹത്യ കേസിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രയേലിനെ പ്രതിനിധീകരിച്ചിരുന്നു. പിന്നീട് വ്യക്തിപരമായ കാരണങ്ങളാൽ കഴിഞ്ഞ ജൂണിൽ ബരാക്ക് കോടതിയിൽ നിന്ന് സ്വയം ഒഴിയുകയായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഏറെ ബഹുമാനിക്കപ്പെടുന്ന ഒരാളാണ് ബരാക്ക്. ഇസ്രയേലിന്റെ പ്രമുഖ നിയമജ്ഞനായാണ് അദ്ദേഹത്തെ കാണുന്നത്. അധികാര ദുർവിനിയോഗത്തിന്റെ ഏറ്റവും വ്യക്തമായ മുഖമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റേതെന്നതിൽ സംശയമൊന്നുമില്ല. സ്വന്തം കൂട്ടാളികളെ രക്ഷിക്കാനും ചെയ്യുന്ന തോന്നിവാസങ്ങൾ ജനങ്ങളിൽ നിന്നും മറച്ചുവെക്കാനും പ്രധാനമന്ത്രി എന്ന പദവി ഉപയോഗിക്കുന്ന ഇസ്രയേല് ചരിത്രത്തിലെ തന്നെ ഒരേയൊരു നേതാവാണ് നെതന്യാഹു. ഇറാന്റെ കടുത്ത ഭീഷണികൾ നിലനിൽക്കെ രാജ്യത്തിനകത്ത് തന്നെ ഭരണവിരുദ്ധ വികാരം പൊട്ടിപ്പുറപ്പെട്ട സാഹചര്യത്തിലും എത്രയൊക്കെ അധികാരം പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും അധിക കാലമൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി നെതന്യാഹുവിനും സാധിക്കില്ല. ജീവന് തന്നെ ഭീഷണിയുള്ള ഈ സാഹചര്യത്തിൽ അതിന് രാജ്യത്തിനകത്ത് നിന്നാണോ പുറത്തു നിന്നാണോ നടപ്പിലാക്കുക എന്നതിൽ മാത്രമേ ഇപ്പോൾ സംശയമുള്ളൂ.